നമ്മുടെ നാട്ടിൽ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധം നടക്കുമ്പോൾ അതിനെ പല ആൾക്കാരും സ്പോൺസർ ചെയ്യുമ്പോൾ ബംഗ്ലാദേശിലും നേപ്പാളിലും അടക്കം നടന്ന ജൻസി കലാപം നടത്തി പാർലമെൻറ്റ് പൊളിക്കാനും കത്തിക്കാനും പല ആൾക്കാരും ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു വലിയ നേട്ടം കൈവച്ചിരിക്കുകയാണ്. അത് ശുദ്ധീകരിച്ച ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് ലോകത്തെ പുതിയ സ്വിംഗ് സപ്ലയർ എന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ശക്തമായ റിഫൈനിങ് ശേഷി വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഇറക്കുമതിയും രാജ്യത്തിൻ്റെ കരുത്താണ്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടെ ലോകത്തെ പുതിയ ഇന്ധന സാധ്യതകൾ ഇന്ത്യ നേട്ടമാക്കി മാറ്റുകയാണെന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ വാർത്ത വിശദമാക്കാം. ലളിതമായി പറഞ്ഞാൽ ലോക വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില നിയന്ത്രിക്കുന്നത് ആരാണ്? അത് സൗദി അറേബ്യയും കാര്യങ്ങളുമാണ്. കാരണം സൗദി ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ലോക വിപണിയിൽ ക്രൂഡ് ഓയിലിന് ഡിമാൻഡ് കൂടുമ്പോൾ സൗദി അവരുടെ ടാപ്പ് അടയ്ക്കും. ടാപ്പ് അടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിലിന് വില കൂടും. കാരണം ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയത്ത് എണ്ണ കിട്ടാനില്ലെങ്കിൽ എണ്ണയ്ക്ക് വില കൂടും. ഡിമാൻഡ് കൂടുതലാണ്. ക്രൂഡ് ഓയിലിന് വില കൂടുന്ന സമയത്തും കുറയുന്ന സമയത്ത് സൗദി ഇങ്ങനെയാണ് അവരുടെ രാജ്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്, അതായത് വില നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഇന്ത്യ എത്തിയിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് സ്വിംഗ് സപ്ലയർ എന്നതിൻ്റെ നിർവചനത്തിൻ്റെ ആധുനിക രൂപമാണ് ഇന്ത്യക്ക് ചേരുന്നത് എന്ന് പറയുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിന് പകരം എണ്ണ ശുദ്ധീകരിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡീസൽ, ജെറ്റ് ഫ്യൂവൽ, ഗ്യാസോലിൻ തുടങ്ങിയ നിരവധി ഡെറിവേറ്റുകളിൽ സപ്ലൈ ചെയ്യുന്ന കരുത്തുറ്റ രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളതാണ്. ഒരു നിശബ്ദ വിപ്ലവമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഈ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുന്നതിനുൾപ്പെടെ നിശബ്ദമായാണ് ഇന്ത്യ ഇവിടെ വൻതോതിൽ ബിസിനസ് നേടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് സമീപകാലത്തെ പല ഉദാഹരണങ്ങളുമുണ്ട്. ഇറാൻ US യുദ്ധത്തിൽ ഇന്ത്യ എങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്നത്, റഷ്യയ്ക്ക് ഇപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് എണ്ണ അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഉദാഹരണങ്ങളാണ്. ഷിപ്പ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള കെപ്ലർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ജൂലൈയിൽ ഇതുവരെ 1.4 ദശലക്ഷം റിഫൈൻഡ് ക്രൂഡ് ഓയിൽ പ്രോഡക്റ്റുകളാണ് ഇന്ത്യ കയറ്റുമതി നടത്തിയത്. ഇത് മെയ് മാസത്തെ കയറ്റുമതി വോളിയത്തെക്കാൾ 50% കൂടുതലാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.